ഹായ് ഫ്രണ്ട്സ്, നമ്മളെന്നേ ആലപ്പുഴ ബീച്ചിലാണ് കേട്ടോ. ആലപ്പുഴ ബീച്ച് എന്തിനാ വന്നതെന്നല്ലേ, നമ്മുടെ മറൈൻ വേൾഡ് അക്രലിക് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം കാണാൻ വേണ്ടി വന്ന നല്ല തിരക്കാണ്. ആലപ്പുഴ ബീച്ച് നമ്മുടെ കടപ്പുറം കാണാവുന്ന ആളല്ലേ, ഫുള്ള് ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. അടിപൊളി കാഴ്ചകളാണെന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി കാഴ്ചകളാണെന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മളൊന്ന് കയറി കണ്ടു നോക്കാം. ഓക്കെ, റെഡിയല്ലേ? ഫിഷിനോട് പ്രണയിച്ചത് ക്രിസ്മസിന് തലേന്നാണ് ഞങ്ങൾ പോയത് കേട്ടോ. യൂട്യൂബിലൊക്കെ കണ്ട് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിട്ട് പോയതാണ്. അടിപൊളി കാഴ്ചകളാന്ന് പറഞ്ഞുകൊണ്ട് എത്തിയതാണ്. കണ്ട് ഇതാണ് നമ്മുടെ കടപ്പുറത്തിൻ്റെ സൈഡിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ടിക്കറ്റ് ചാർജ് എന്ന് വെച്ചാൽ നമുക്ക് 120 രൂപയാണ്. 5 വയസ്സിന് മേലേക്കുള്ളവർക്കെല്ലാം ടിക്കറ്റ് എടുക്കണം. ഗൂഗിൾ പേയും ഫോൺ പേയും വഴി നമുക്ക് എടുക്കാം. 120 ഇതാണ് ടിക്കറ്റ് കേട്ടോ. ടിക്കറ്റും കൊണ്ട് നമ്മൾ പതുക്കെ ഉള്ളിലോട്ട് കയറി പോകാൻ തുടങ്ങി കേട്ടോ. കണ്ടില്ല, ഇങ്ങനെ ക്യൂ ആയിട്ട് നമ്മൾ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഉള്ളിൽ കയറുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ എൻട്രൻസ്. നല്ല ഷാർക്കൊക്കെ വിളിച്ചിരിക്കുന്ന പോലൊരു സീനാണ്. പല ഷോർട്സിലൂടെയും യൂട്യൂബിലെ ഷോർട്സിലൂടെ നമ്മൾ ഇതിൻ്റെ ഭാഗങ്ങൾ കുറച്ച് കണ്ടായിരുന്നു. നമ്മുടെ ചാനലിലൂടെ നമ്മളിത് ഫുൾ റിവ്യൂ നമ്മൾ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കയറി ഉള്ളിൽ എത്തുമ്പോൾ തന്നെയുള്ള സീനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കയറുമ്പോൾ തന്നെ നമ്മുടെ APJ, നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ കുറേ ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റ് കുറേ എണ്ണം നമ്മളിവിടെ ഇവരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഇത് തന്നെ ഫസ്റ്റ് കാണുമ്പോൾ നല്ലൊരു അനുഭവമാണ്. അദ്ദേഹം ഉപയോഗിച്ച സൈക്കിളും മറ്റും ഇവിടെയുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു ജംഗിളിൻ്റെ ഏരിയ ആണ്. അതായത് നമ്മുടെ ഒരു കാർട്ടൂണിൻ്റെ മോഡൽ, കുറേ നമ്മുടെ മൃഗങ്ങളും കാര്യങ്ങളും ആനിമൽസിൻ്റെ ഇഷ്ടം പോലെ മോഡലുകൾ. അത് നമുക്ക് ഭയങ്കര ഒരു കയറുമ്പോൾ തന്നെ നല്ല പിള്ളേർക്കൊക്കെ ആണെങ്കിലും വളരെ സന്തോഷം തരുന്നൊരു ഏരിയ ആണ് കേട്ടോ. കണ്ടേ, ഡാനുമൊക്കെ നല്ല ഹാപ്പിയിലാണ്. കാരണം നല്ല രസമാണ് ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു ഫീലിംഗ്.
നമ്മളെല്ലാവരും പയ്യെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ആക്ഷനുള്ള കേട്ടോ, എല്ലാത്തിനും സൗണ്ടുണ്ട്, ആക്ഷനുള്ള സാധനങ്ങളാണ് ഉള്ളത്. മോഡൽസ് മാത്രമായിട്ടോ, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സൗണ്ടും വരുന്നുണ്ട്, ആക്ഷനും സൗണ്ടും ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ പിള്ളേർക്ക് നല്ലൊരു സന്തോഷം നൽകുന്നത്, നമുക്കും പിള്ളേർക്ക് മാത്രമല്ല നമുക്കും നല്ലൊരു വെറൈറ്റി ഒരു ഇതാണ്. അല്ലേ, നമ്മുടെ അപ്പുറത്ത് നന്ദി പശു നിൽക്കുന്നുണ്ട്, ഒട്ടകമുണ്ട് എന്ന് വേണ്ട എല്ലാ സാധനവും അവർ ഒരുക്കിയിട്ടുണ്ട്. കണ്ടാമ്പുറം നല്ല ഫസ്റ്റ് തന്നെ കയറുമ്പോൾ തന്നെ പിള്ളേരെ സന്തോഷിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ അവർ നല്ല കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത്. നല്ല തിരക്കാണ്. നമ്മൾ ഈ വെക്കേഷൻ ടൈമിലൊക്കെ പോകുമ്പോൾ നല്ല തിരക്കാണ്. പിള്ളേരെ കൊണ്ടൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കുക. നല്ലോണം പിള്ളേരെ എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് വിടാൻ പാടില്ല, കാരണം അത്രയും തിരക്കുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു, പക്ഷെ ഇറങ്ങുമ്പോഴൊക്കെ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല നല്ല. ഞാനും അങ്ങനെയുണ്ട്, ഞാനും സൂപ്പറാണോ? നമ്മുടെ കങ്കാരുക്കുട്ടൻ ഏറ്റവും ലാസ്റ്റത്തെ കേട്ടോ. നമ്മളൊരു ആനിമലിൻ്റെ ആ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ. എന്താ പരിപാടി നമുക്ക് നോക്കാം, എന്താ സംഭവം എന്നറിയില്ല. വളരെ എക്സൈറ്റ്മെൻ്റായി ഞങ്ങളെല്ലാവരും പോകുന്നത്. ഞങ്ങളെല്ലാം ഫാമിലിയുണ്ട്, സൗമ്യയുണ്ട്, പിള്ളേർ രണ്ടുപേർ നടക്കുന്നു, മമ്മിയുണ്ട് കൂടെ. പിന്നെ നമ്മുടെ മിക്കി മൗസിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. നേരെ മിക്കി മൗസ്. ഞാനിതാ മിക്കി മൗസ് നോക്കിയേ. മിക്കി മൗസിൻ്റെ ആ ഒരു സംഭവം കഴിഞ്ഞത് നമ്മളിത് അക്വേറിയം സെക്ഷനിലേക്ക് കടക്കുകയായി. എൻ്റെ പൊന്നോ, ഒരു ജനം ഒരു രക്ഷയില്ല കേട്ടോ. യൂട്യൂബ് ഷോർട്സിലൂടെ മറ്റും നമ്മൾ കണ്ടൊരു സംഭവമാണിത്. കാരണം അക്വേറിയം എന്നുള്ളൊരു മനുഷ്യൻ കിടക്കുന്നു. എല്ലാവർക്കും പെട്ടെന്നൊരു നെട്ടലായിരുന്നു കേട്ടോ. കാരണം എത്ര നേരം ഈ കിടക്കുന്നത് കണ്ടില്ലേ. പിള്ളേരെയൊക്കെ ടാറ്റയൊക്കെ കൊടുത്ത് അളിയനാ പിള്ളേരെയൊക്കെ സന്തോഷിപ്പിച്ച് നല്ല സൂപ്പറായിട്ട് കിടക്കുകയാണ്. വളരെ കൂളായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. മീനുകളൊക്കെ പ്രണയിച്ച് അളിയൻ അവിടെ കിടക്കുകയാണ്. എല്ലാവർക്കും പുതിയൊരു, കാരണം ഇതുവരെ കണ്ടിട്ടില്ല, ഞങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, ഇതുവരെ കാണാത്തൊരു സംഭവമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരു കൗതുകമായി. അളിയനാണെങ്കിൽ നല്ല ഹാപ്പി. കണ്ടില്ലേ, ഡിയോടെ കൈ കൊടുത്തപ്പോൾ നല്ല പിള്ളേരൊക്കെ ഹാപ്പി ചെയ്ത് എല്ലാവരെയും സന്തോഷിച്ചിട്ടാണ് കേട്ടോ അവർ വിടുന്നത്. ഭയങ്കര സമ്മതിക്കണം കേട്ടോ ഇവരെ, അല്ലേ. നല്ലൊരു ഒരു എഫേർട്ടാണ് ഇവരെടുക്കുന്നത്. രണ്ട് അക്വേറിയത്തിലുണ്ട് കേട്ടോ. രണ്ട് നമ്മുടെ ചേട്ടന്മാർ കിടക്കുന്നു. അടിപൊളിയാണ്.
കണ്ടില്ലേ മീനുകളുടെ ഒരു എന്താ പറയാ, മീനുകളുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല. വിവിധ തരം മത്സ്യങ്ങളും കാര്യങ്ങളായിട്ട് അക്വേറിയത്തിൽ നിറഞ്ഞു കിടക്കാണ്. നമുക്ക് എന്ത് പറഞ്ഞാലും ക്രിസ്മസിനൊക്കെ ഇല്ലെങ്കിൽ വെക്കാൻ ന്യൂ ഇയർ സമയത്തൊക്കെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഒന്നും പറയാനില്ല. നമ്മൾ 120 രൂപ കൊടുക്കുന്നതിന് നല്ല മുതലാണ്. നമുക്കൊരു മറക്കാനാകാത്ത അനുഭവങ്ങളാണ്. കണ്ടില്ലേ പുള്ളി അവിടെ കൂളായിട്ട് കിടക്കാണ്. കൈയൊക്കെ ഇങ്ങനെ ഇങ്ങനെ തണുത്ത് വെള്ളത്തിൽ കിടക്കുന്ന ഒരു ഫീലൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ പുള്ളി നല്ല ഹാപ്പി ആയിട്ട് പിള്ളേരെ കണ്ടില്ലേ, പിള്ളേര് നല്ല ബബിൾസ് ഒക്കെ ഇട്ട് പിള്ളേരെ നല്ല ഹാപ്പി ആക്കി വിടുകയാണ്. സമ്മതിക്കണുണ്ടോ? നമ്മളിപ്പോൾ 120 രൂപ കൊടുത്തതിന് ഇവിടെ തന്നെ നമുക്ക് 120 രൂപ കൊടുത്തതിന് ഒരു നഷ്ടം പറയാനില്ല. മീനുകളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല കേട്ടോ. ഇനി കാഴ്ചകൾ വരാൻ പോകുന്നുള്ളൂ.
ഇവിടെ ഇഷ്ടം പോലെ ഇതേപോലെ ബ്ലൂ സ്റ്റാറിൻ്റെ എയർ കൂളർ ഉണ്ട് കേട്ടോ ഇവിടെ. അത് കാരണമാണ് കേട്ടോ കുറച്ച് ചൂടൊക്കെ നമുക്കൊരു ശമനമുണ്ട്. അപ്പോൾ നമ്മൾ അണ്ടർ വാട്ടർ ടണലിനുള്ളിലേക്ക് കയറാൻ പോവാണ്. ഇതാണ് നമ്മുടെ മറയൻ വേൾഡിലെ ഹൈലൈറ്റ്സ് എന്ന് പറയാൻ. കണ്ടില്ലേ, നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ വേറൊരു ഫീലിംഗ് ആണ്. ചുറ്റും, അതായത് നമ്മൾ കടലിനടിയിലൂടെ എങ്ങനെ പോകും അതേപോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഞങ്ങളൊക്കെ ആദ്യമായിട്ട് പോവാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ. ഇങ്ങനത്തെ ഒരു സംഭവം തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് കാണാണ്. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. പിള്ളേരായിക്കോട്ടെ, ഞങ്ങളായിക്കോട്ടെ, അവിടെ വരുന്ന എല്ലാവരും ആയിക്കോട്ടെ, ആകാംക്ഷയോടുള്ള ആ നോട്ടം കണ്ടാൽ തന്നെ അറിയാം. അയ്യോ, ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. കണ്ടില്ലേ, നമ്മൾ കടലിനടിയിൽ നിൽക്കുന്ന അതേ ഫീലാണ്. ഒരു രക്ഷയില്ല കേട്ടോ ഇവർ ഈ ഒരുക്കിയിരിക്കുന്നത്. മീനുകളുടെ ഒരു കലവറ തന്നെയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നമ്മുടെ അലിഗേറ്ററും അരാപ്പയ്മയും, എന്ത് വലിപ്പമുള്ള അരാപ്പയ്മ എന്നറിയാം എൻ്റെ മേലെ കിടന്നത്. നമ്മുടെ തലേൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ മുന്നേ ഒന്നും പറയാനില്ല. നിങ്ങളിത് വന്ന് തന്നെ അനുഭവിക്കണം കേട്ടോ. എക്സ്പീരിയൻസ് നിങ്ങൾ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മുടെ വീഡിയോയിൽ മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ടൈം പോലും ഒരു ഭാഗം പോലും മാറാതെ നമ്മൾ മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരും ഈ വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ വിവരങ്ങൾ മൊത്തം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വരാൻ സാധിക്കുന്നവരെല്ലാം തന്നെ വന്ന് കാണണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം കേട്ടോ. കണ്ടില്ലേ, തലയ്ക്ക് മണ്ടേക്കൂടെ നോക്കി അരാപ്പായ്മയൊക്കെ പോകുന്ന പോക്ക് നോക്കി. നമ്മുടെ പകുതിയുണ്ട്, അമ്മാതിരി വലിപ്പാട്ടോ.
അപ്പോൾ നമ്മൾ അണ്ടർ വാട്ടർ ടണലിൽ കയറി ഇറങ്ങിയൊക്കെയാണിത്. എല്ലായിടത്തും ഇത് അപ്പുറം തന്നെയാണുള്ളത്. ഒരു രക്ഷ അടിപൊളി വ്യൂ ആണ് കേട്ടോ. എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് വ്യൂ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. എന്തായാലും വരണം എല്ലാവരും. ആലപ്പുഴ ബീച്ചിലാണ് ഈ പരിപാടി.
അക്വറൈസേഷൻ കഴിഞ്ഞ ഉടൻ തന്നെ ഇത് കണ്ടില്ല, നമുക്ക് വേണ്ടി ഇഷ്ടം പോലെ കടകളും കാര്യങ്ങളും ഉണ്ട്. അത് തന്നെ 2-3 റൗണ്ട് ഉണ്ട്. പിള്ളേരൊക്കെ നോക്കുക അതിൽ കൂടെ നടക്കുമ്പോൾ. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാം കണ്ട് തിരിച്ചിറങ്ങിയ ക്ഷീണത്തിൽ വരുമ്പോൾ നമുക്ക് വേണ്ടി ഇവർ നല്ല നല്ല ഫുഡ് കോർട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. മുളക് ബജി എന്ന് വേണ്ട എല്ലാ സാധനവും നമുക്ക് അത്യാവശ്യം ഇരിക്കാനുള്ള സ്ഥലം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ ക്ഷീണത്തിൽ ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. കണ്ടില്ലേ, പാനിപ്പൂരി, വേൽപ്പൂരി എന്ന് വേണ്ട, പൊറോട്ട, ചിക്കൻ എന്ന് വേണ്ട എല്ലാ ഐറ്റവും ഉണ്ട്. നൂഡിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ നല്ലൊരു അനുഭവമാണ്. ഇറങ്ങി കഴിഞ്ഞാൽ കുട്ടികൾക്കായിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്നുള്ളൂ. 1-2 റൈഡുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാണ് പുറത്തിറങ്ങിയാനുള്ള കാഴ്ച. പിന്നെ ഇഷ്ടംപോലെ ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ചെടികളും കാര്യങ്ങളും വാങ്ങാനുള്ള ഷോപ്പുകളാണ് ഏറ്റവും ലാസ്റ്റായിട്ട് എൻഡിലുള്ളത്. മറിയംവേളിലേക്ക് വിശേഷങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ ഈ എക്സിറ്റിലൂടെയാണ് പുറത്തിറങ്ങുന്നത്. ആ കാണുന്നതാണ് നമ്മുടെ എൻട്രൻസ്, ഈ കാണുന്ന നമ്മുടെ എക്സിറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേനും കണ്ടില്ലേ, തിരക്കോട് തിരക്കായി. ഏകദേശം 5 മണിയോളായി. ആ സമയത്ത് തിരക്കിൻ്റെ തിരക്കായി. അപ്പോൾ നമുക്കിവിടെ പുറത്തൊക്കെ നമുക്ക് ആവശ്യമുള്ള ഈ കുതിര സവാരി മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ഐറ്റം ഉണ്ട്. അപ്പോൾ നമ്മളവിടെ കടപ്പുറത്തൊക്കെ കുറച്ച് നേരം നിന്ന് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി കാണേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ മറൈൻവേൾഡിൽ പോകുന്ന ഒരു ആലപ്പുഴ ബീച്ചിലാണ് കേട്ടോ. അപ്പോൾ ജനുവരി 15-ാം തീയതി വരെ ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ പോകാൻ കഴിയുന്നവരൊക്കെ പോവുക. അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ കേട്ടോ. നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ കേട്ടോ.